വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികളുടെ പഠന സഹായം വൈകുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശം. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് കമ്മീഷന്റെ ഇടപെടൽ. ന്യൂസ് മലയാളം ഇംപാക്ട് വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത്. ലിനറ്റ്, ഏറെ ആശ്വാസകരമായിട്ടുള്ള വിവരം തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത്? കേസ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം വാർത്ത ഇത്തരത്തിലൊരു സംഭവം പുറത്തുവിട്ടത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ അതിൽ മാതാപിതാക്കളെ നഷ്ടമായ 21ഓളം വരുന്ന കുട്ടികൾക്ക് ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയിരുന്നു. അതായത് 2 കോടിക്ക് മുകളിലാണ് ഇത്തരത്തിൽ ഈ ഒരു ധനസഹായം നൽകിയിരുന്നത്. ഈ വെബ്സൈറ്റിൽ നോക്കിയാൽ CMDRF ഫണ്ടിന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കും. എന്നാൽ ഇതുവരെ ഈ 21 കുട്ടികളുടെ അക്കൗണ്ടുകളിലേക്കോ മറിച്ച് ഈ ജില്ലാ കളക്ടറിന്റെ അക്കൗണ്ടിലേക്കോ ഈ പണം എത്തിയിട്ടില്ല. അതേ തുടർന്നാണ് കുട്ടികൾക്ക് ഈ 3 മാസമായിട്ടും ഈ ഒരു തുക എത്തിയിട്ടില്ല എന്ന കാര്യം ന്യൂസ് മലയാളം വാർത്തയാണ് പുറത്തുവിട്ടത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഒരു വാർത്തയിൽ ഇടപെടലുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ സ്വമേധയാ കേസെടുത്തുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ഇതിൽ 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞ് 1 വർഷം പൂർത്തിയായി. അതിനുള്ളിലാണ് ഈ മാർച്ച് 19-നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായത്. പിറ്റേ ദിവസം 20-ാം തീയതി തന്നെയാണ് ഇത്തരത്തിൽ തുക ഈ ഒരു ജില്ലാ കളക്ടറിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായിട്ട് ഈ ഒരു CMDRFന്റെ വെബ്സൈറ്റിൽ കാണുന്നത്. എന്നാൽ ഈ തുക ഈ ഒരു കുട്ടികളിലേക്ക് എത്തിയിട്ടില്ല എന്ന വാർത്തയെ തുടർന്നാണ് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം എടുത്തു പറയേണ്ടത്, മാതാപിതാക്കളൊക്കെ ഏറെ ഈ മാതാപിതാക്കൾ നഷ്ടമായി എന്ന് പറയുമ്പോഴും 2 പേർ നഷ്ടമാകാത്ത, അച്ഛൻ മാത്രം നഷ്ടമായവരും അമ്മ മാത്രം നഷ്ടമായവരും ഉണ്ട്, മറ്റ് ബന്ധുക്കളൊക്കെ തന്നെയുണ്ട്. ഈ ബന്ധുക്കളടക്കം എല്ലാവരും വളരെയേറെ സന്തോഷത്തോടെയാണ് ഈ ഒരു വാർത്തയെ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെയേറെ പ്രതീക്ഷയാണ് നൽകുന്നത്. കാരണം വിദ്യാഭ്യാസ സഹായമാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. 2 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ഈ ഒരു പഠന സഹായത്തിനായി മാത്രം മാറ്റിവെച്ചത്. ഇത് അവരുടെ കയ്യിലേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും +2 കഴിഞ്ഞൊക്കെ തന്നെ കുട്ടികൾക്ക് പഠന ആവശ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന വിശ്വാസത്തിലാണ് ഇവരെല്ലാവരും കാത്തിരിക്കുന്നത്. സ്വാതി, അതുതന്നെയാണ് ലിനറ്റ്, ഏറെ പ്രതീക്ഷ തരുന്ന ഒരു വിവരം തന്നെയാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലാണ് മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികളുടെ പഠന സഹായം വൈകുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ കേസെടുത്തിരിക്കുകയാണ്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.